ഗബ്രിക്ക് ജാസ്മിനോട് കടുത്ത പ്രണയമോ? എങ്ങോട്ടാണ് ഇവരുടെ യാത്ര? ബി ലവ് ട്രാക്ക് ചരിത്രം ആവർത്തിക്കൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതെ, അങ്ങനെ ഗബ്രി തൻ്റെ പ്രണയം പറയാതെ പറഞ്ഞിരിക്കുകയാണ് ജാസ്മിനോട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു. പവർ ടീമിലേക്ക് പോകാൻ ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് ലാലേട്ടൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ ഇവിടെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, ഗബ്രി പോകട്ടെ, കാരണം ഞങ്ങൾ രണ്ടും ഒരുപോലെ നിൽക്കുന്നു, ഒരേ ടീമിൽ നിൽക്കുന്നു, ഒരുപോലെ കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു അഭിപ്രായം, ആ ഒരു അഭിപ്രായം ഒന്ന് മാറാൻ, രണ്ടുപേരും രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിച്ചാൽ എങ്ങനെയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഗബ്രി പവർ ടീമിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി അവിടെ വേണ്ട എന്ന് പറയുമായിരുന്നു. അതിന് ജാസ്മിൻ ആ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജാസ്മിൻ അത് ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ആദ്യ വീക്കിൽ ജാസ്മിൻ വളരെയധികം ആക്റ്റീവായി നിന്നിട്ട് ഇപ്പോൾ വളരെ ഇന്നാക്റ്റീവായി പുറകോട്ട് പോവുകയാണെന്ന് റസ്മിൻ അടക്കം അവിടെ പറഞ്ഞു. അതിൻ്റെ കാരണം ഗബ്രി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്, റസ്മിൻ അടക്കം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിച്ചാൽ എങ്ങനെയിരിക്കുമെന്നും ജാസ്മിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ജാസ്മിൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഗബ്രി അതിനൊട്ടുമേ ഇഷ്ടമില്ലാത്ത രീതിയിൽ ജാസ്മിനും പോകണ്ട, താനും പോകുന്നില്ല. കാര്യം ജാസ്മിനെയും വിട്ടുകൊടുക്കാൻ, വേറൊരു ഗ്രൂപ്പിലേക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഗബ്രി അവിടെ പറഞ്ഞത്. ഫ്രണ്ടാണ് എങ്കിൽ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് കളിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അവർക്ക് രണ്ട് ടീമിൽ നിന്ന് അവരുടേതായ പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിക്കും, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. അതിനുശേഷം നമ്മൾ കണ്ടു, ഇന്നലെ രാത്രി മൊത്തം ഗബ്രി വളരെയധികം മൂഡ് ഓഫ് ആയിരുന്നു. ഫുഡ് കഴിക്കാനൊക്കെ ജാസ്മിൻ വിളിച്ചിട്ട് കൂടെ ഫുഡ് കഴിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ രണ്ടുപേരും ഇന്നലെ രണ്ടായിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത്. പിന്നെ അർജുനും ജാസ്മിനും തമ്മിലുണ്ടായിരുന്ന ഒരു ഫാഷൻ ഷോ വളരെ ക്യൂട്ടാണ്, വളരെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ എല്ലാവരും അഭിപ്രായം പറഞ്ഞായിരുന്നു. ആ ഒരിത് പ്രണയം ഉള്ളിലുണ്ട് എങ്കിൽ, ജാസ്മിനോട് പ്രണയം ഉള്ളിലുണ്ട് എങ്കിൽ ആ ഒരിത് ഗബ്രിക്ക് വല്ലാണ്ട് ഫീലായി കാണും. ഒരു പക്ഷേ ഇതായിരുന്നോ ഗബ്രിയുടെ മൂഡ് ഓഫിൻ്റെ കാരണം, അല്ല സങ്കടത്തിൻ്റെ കാരണം എന്ന് നമുക്ക് അറിയില്ല. ഏതായാലും അർദ്ധരാത്രി നിന്നെ വിട്ടുകൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നും വളരെയധികം പൊസസീവ്നെസ് ജാസ്മിനോടുണ്ട് എന്നും ഒക്കെ ഗബ്രി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറയാതെ പറഞ്ഞിരിക്കുക തന്നെയാണ് ജാസ്മിനോട് ഗബ്രി തൻ്റെ പ്രണയം. അതൊന്നുമല്ല എനിക്ക് മനസ്സിലാവാത്തത്. പ്രണയമാണെങ്കിൽ എന്തുകൊണ്ട് ഗബ്രിക്ക് അത് തുറന്നു പറയാൻ സാധിക്കുന്നില്ല? ആരെയൊക്കെയോ പേടിച്ചോ, എന്തിനെയൊക്കെയോ പേടിച്ചോ, എന്തിനാണ് ഗബ്രി അത് തുറന്നു പറയാൻ മടിക്കുന്നത്? ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരും പ്രണയിക്കാത്തവരൊന്നും അല്ലല്ലോ, പ്രണയത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവരും അല്ല. ഇവരുടെ ഉള്ളിലുള്ളത് പ്യുവർ ആയിട്ടുള്ള ലവ് ആണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും പ്രേക്ഷകർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് ഗബ്രിക്ക് ജാസ്മിനോടുണ്ടെങ്കിൽ അത് തുറന്നു പറയുക തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് തുറന്നു പറയുകയും ചെയ്യണം, നിങ്ങൾ അതേ രീതിയിൽ തന്നെ നന്നായി നിന്ന് കളിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ചരിത്രം നമ്മൾ കണ്ടിട്ടുമുണ്ടല്ലോ നേരത്തെയൊക്കെ. ഏതായാലും എന്താണ്, എങ്ങനെയാണ് ഇനി അവർ തമ്മിൽ പ്രണയിക്കുമോ, മുന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും അതൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം ലിറ്റി സൈനിങ് ഓഫ്.